വിമാനത്താവളങ്ങളിലെ കാർഗോ ബാഗേജ് വിഭാഗങ്ങളുടെ സുരക്ഷ CISFന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലാണ് ഉത്തരവിറക്കിയത്. ആഭ്യന്തര വിമാനങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജീഷ്, വിവരങ്ങൾ എന്താണ് അജീഷ്? രാജ്യത്ത് ഇന്ത്യക്കകത്തുള്ള വിമാനത്താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ പുതിയൊരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഇന്ന് മുതൽ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളുടെയും പൂർണ്ണ സുരക്ഷാ ഉത്തരവാദിത്തം CISFന് ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ വിമാന കമ്പനികളാണ് കാർഗോയും ഒപ്പം തന്നെ ബാഗേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. നിലവിൽ ഇനി CISF ആയിരിക്കും ഇതിന്റെ സുരക്ഷാ ചുമതല കൂടി ഏറ്റെടുക്കേണ്ടത്. അതിന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ CISF ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി മുതൽ എല്ലാ എയർപോർട്ടുകളിൽ നമ്മൾ എയർപോർട്ടിനകത്തു കയറുമ്പോൾ തന്നെ ബാഗേജും ഒപ്പം തന്നെ ഈ കാർഗോ സെക്ഷനും അത് മറ്റൊരു സെക്ഷനാണ്. അവിടെയും CISFന്റെ സുരക്ഷാ പരിശോധന ഉണ്ടാവും. വേണ്ടി വന്നു കഴിഞ്ഞാൽ പലതവണയായി സുരക്ഷാ പരിശോധന നമ്മുടെ ബാഗേജിലടക്കം സുരക്ഷാ ഹാൻഡ് ബാഗിലടക്കം പരിശോധന നടത്താനുള്ള ഒരു ഉത്തരവ് കൂടി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ വിമാനത്താവളങ്ങളിൽ ആകെ ഒരു ജാഗ്രതാ നിർദ്ദേശം നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 32 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിരുന്നു, മെയ് 15 വരെ. അത് കൂടാതെയുള്ള മറ്റു വിമാനത്താവളങ്ങളിലെല്ലാം ഇത് ബാധകമാണ്. നിലവിൽ എന്തായാലും CISF ഈ ഏവിയേഷൻ സെക്യൂരിറ്റി ഗ്രൂപ്പിന്റെ സുരക്ഷ ആ ചുമതല കൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു സംഗതി, പ്രധാനമന്ത്രിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അതേപോലെ തന്നെ സേനാ മേധാവിമാര് സംയുക്ത സേനാ മേധാവി ഒപ്പം പ്രതിരോധ മന്ത്രി ഇവർ നടത്തിയ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലായ 7th ലോക കല്യാൺ മാർഗിലായിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. മണിക്കൂറുകളോളം ഈ കൂടിക്കാഴ്ച നടന്നു. ഇതിൽ പ്രധാനമായും നിലവിലുള്ള സംഘർഷ സാഹചര്യങ്ങളുടെ സ്ഥിതി ഒപ്പം തന്നെ ഇനി ഇന്ത്യ സേനകൾ എന്ത് നടപടി സ്വീകരിക്കും തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് യോഗം ചേർന്നിരുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു. വിശദമായി തന്നെ സേനാ മേധാവിമാരും സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ളവർ ഈ കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയുമായി വിശദീകരിച്ചിരുന്നു. നേരത്തെ പ്രതിരോധ വകുപ്പും അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും ഒപ്പം വിദേശകാര്യ മന്ത്രാലയവും സംയുക്തമായ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെ ഉണ്ടായ സംഘർഷങ്ങൾ, ഇന്ത്യ കൊടുത്ത തിരിച്ചടി, ഇക്കാര്യങ്ങളൊക്കെ തന്നെ അക്കമിട്ടായിരുന്നു ഈ പ്രതിരോധ മന്ത്രാലയവും ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും വാർത്താ സമ്മേളനം നടത്തി. എന്തായാലും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ചടി കൊടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് സേനാ മേധാവിമാർക്ക് പ്രധാനമന്ത്രി അടക്കമുള്ളവർ നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ രാജ്യത്തിന്റെ പല അതിർത്തി പ്രദേശങ്ങളിലും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാൻ അടിച്ചാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ തീരുമാനം. അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ സൈന്യത്തിന് നൽകിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അതിർത്തിയിലെ സാഹചര്യം, അതുപോലെ ഈ അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും സഹായങ്ങൾ എത്തിക്കുന്നതിനുമൊക്കെയുള്ള നടപടികളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ കൂടിക്കാഴ്ച നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.